ശ്രീ എം ജി ശ്രീകുമാർ, ശ്രീ ജയചന്ദ്രൻ വിടവാങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ആത്മബന്ധമുള്ള ഗായകരാണെന്നറിയാം. എങ്ങനെ അനുസ്മരിക്കുന്നു ഈ നിമിഷത്തിൽ? എനിക്ക് പറയാൻ ഒരു വാക്ക് പോലും കിട്ടുന്നില്ല. സത്യത്തിൽ ഞാനിവിടെ ഫ്ലവേഴ്സ് ഷൂട്ടിങ്ങിലാണ്, അപ്പോഴാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് ഒന്നും പറയാനുള്ള ഒരു ശേഷിയില്ല. കാരണം ജയേട്ടൻ ഞാനായിട്ടുള്ള ആത്മബന്ധം അത്രയ്ക്ക് വലുതാണ്. എത്രയോ പാട്ടുകൾ ഞാൻ ജയേട്ടനായിട്ട് കേട്ടിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. വെരി ഷോക്കിങ്, ഭയങ്കര ഷോക്കിങ് ആണ്. കാരണം എന്ത് പറയാനാണ്, എത്ര പാട്ടുകളാണ് അത്. ശ്രീ എം ജി ശ്രീകുമാർ, താങ്കളെ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാം. ശബ്ദത്തിൽ ചില വ്യക്തതക്കുറവുണ്ട്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ 1944 മാർച്ച് 3 ജനനം. ഇരിഞ്ഞാലക്കുടയിൽ ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാൻ, സുഭദ്ര കുഞ്ഞമ്മ അമ്മ. ബാല്യത്തിൽ തന്നെ കുടുംബത്തോടൊപ്പം ഇരിഞ്ഞാലക്കുടയിലേക്ക് മാറുകയായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം, കുട്ടിക്കാലമൊക്കെ ഉള്ളത്. ലളിത സംഗീതത്തിനും മൃദംഗവാദത്തിനും ഒക്കെ ഒരുപാട് സമ്മാനങ്ങൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 58 സ്കൂൾ യുവജനോത്സവ വേദിയിൽ ആണ് യേശുദാസുമൊത്ത് നടത്തിയ പ്രകടനം. അതിൻ്റെ ചിത്രം അഭിമുഖങ്ങളിൽ അദ്ദേഹം കാണിക്കാറുണ്ടായിരുന്നു. തൻ്റേതായ കൃത്യമായ ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന്, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കൊരു പ്രത്യേക ശൈലി ഉണ്ടായിരുന്നു. പഴയ കാലം മുതൽ ഇപ്പോഴും പുതിയ സംഗീത സംവിധായകർക്കൊപ്പം പോലും പാടാൻ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പുതിയ ശൈലിക്കൊപ്പം അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളതാണ്. 1965 കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂവും ആലയുമായി എന്ന ഗാനം ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ ഗാനം എന്നുള്ളത്. നീണ്ട 59 വർഷം ജി ദേവരാജൻ, MS ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, MK അർജുൻ, KS വിശ്വനാഥൻ, ഇളയരാജ, AR റഹ്മാൻ, MM കീരവാണി, വിദ്യാസാഗർ തുടങ്ങിയ സംഗീത ലോകത്തെ ഒരു എല്ലാ പ്രതിഭകളുമൊത്ത് പല ഭാഷകളിലായി 15,000-ലേറെ പാട്ടുകളാണ് അദ്ദേഹം ആലപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 15,000-ലേറെ പാട്ടുകൾ. യേശുദാസ് എന്ന ഗന്ധർവ സാന്നിധ്യത്തിലും ജയചന്ദ്രാലാപനം വേറിട്ടാണ് പ്രേക്ഷകർ കേട്ടിട്ടുള്ളത്, ആസ്വാദകർ കേട്ടിട്ടുള്ളത്. ശ്രീ എം ജി ശ്രീകുമാർ വീണ്ടും ടെലിഫോൺ ലൈനിൽ വന്നിട്ടുണ്ട്. ശ്രീ എം ജി ശ്രീകുമാർ, താങ്കൾ പറയുന്നത് തുടരാം. നേരത്തെ ഒന്ന് ഫോൺ വ്യക്തതയില്ല, അതുകൊണ്ടാണ്. വീണ്ടും അദ്ദേഹത്തിലേക്ക് വരാം. തമിഴർ അദ്ദേഹത്തെ കാതൽ മന്നൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആ തരത്തിൽ തമിഴിലും മലയാളത്തിലുമൊക്കെയായി 15,000-ലേറെ പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. പ്രശസ്തരായ സംഗീത സംവിധായകർക്കൊപ്പം, പല കാലഘട്ടങ്ങളിലുള്ള സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച ഗായകൻ എന്ന നിലയ്ക്കാണ് പി ജയചന്ദ്രൻ എന്നും ഓർമ്മിക്കപ്പെടുക. 86 മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം 5 തവണയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ശ്രീ എം ജി ശ്രീകുമാർ, കേൾക്കാമോ? ഞാനിവിടെ ഒരു ഷൂട്ടിംഗ്, ഫ്ലവേഴ്സിന്റെ ഷൂട്ടിങ്ങിലായതുകൊണ്ടാണ് കേൾക്കാൻ പറ്റായിരുന്നത്. തീർച്ചയായും പറഞ്ഞോളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഷോക്ക്. കാരണം പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേ ഇല്ല. കാരണം ഒരിക്കലും എന്റെ മനസ്സിൽ ജയേട്ടൻ അങ്ങനെ ഒരു ഒന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം പാടിയ പാട്ടുകൾ ആദ്യം തൊട്ട്, കാരണം അദ്ദേഹത്തിന് ഇവിടെ പല വേദികളിലും അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് ഞാൻ പാടിയായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പക്ഷെ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു കാരണവര് തന്നെയാണ്. നാസറിനെ പോലെ തന്നെ അത് എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും സമ്മാനിച്ച ഒരു വ്യത്യസ്തമായ ഒരു ശബ്ദത്തിന്റെയും ഭാവഗായകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും 100% അനുയോജ്യമായിട്ടുള്ള ഒരു എന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് ജയേട്ടന്. അപ്പൊ എനിക്ക് ഇത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം വളരെ അടുത്ത് തന്നെ കഴിഞ്ഞ മാസം പോലും സ്റ്റുഡിയോയിൽ പാടുന്ന ഞാൻ കണ്ടതാണ്. അപ്പം എന്ത് പറയാനാണ്, നമുക്ക് നഷ്ടമെന്നൊന്നും പറഞ്ഞാൽ ആ 2 വാക്കിലൊന്നും തീരില്ല. കാരണം നഷ്ടമല്ല, അതൊരു അങ്ങനെ ഒന്നും പറയാൻ ഒരു ശേഷിയില്ല കേട്ടോ. അതാണ് സത്യം ഞാൻ പറയട്ടെ.